നമസ്കാരം. മലയാള മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച മുപ്പട്ട് ചൊവ്വാഴ്ചയായി ആചരിച്ചു പോരുന്നു. അതിൽ തന്നെ മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയെ മകരച്ചൊവ്വ ആയി ആചരിച്ചു പോരുന്നു. ദേവീപ്രീതിക്ക് അത്യധികം പ്രാധാന്യമുള്ള ദിവസമാണ് മകരച്ചൊവ്വ. ഇന്നേ ദിവസം ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഇനി വഴിപാടുകൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമാണ്. ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭക്തർ ഇന്നേ ദിവസം എന്ത് ചോദിച്ചാലും 10,000 ഇരട്ടി ശക്തിയോടെ അത് സാധിച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം നമ്മൾ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സകല പ്രശ്നങ്ങളും അമ്മേ ദേവി മാറ്റിത്തരണേ എന്ന് ആവശ്യപ്പെട്ടാൽ അമ്മ ദേവി ഇന്ന് ഉറപ്പായും അതെല്ലാം മാറ്റിത്തന്ന് നമുക്ക് സർവ്വ ഐശ്വര്യം പ്രദാനം ചെയ്യും. എല്ലാ ദിവസവും നമുക്ക് ഭദ്രകാളി പ്രീതി വരുത്താം എന്നുണ്ടെങ്കിലും ഇന്നേ ദിവസം വഴിപാട് നടത്തുന്നതിലൂടെയും നാമജപങ്ങളിലൂടെയും നമുക്ക് ഇരട്ടി ഫലം കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഓരോ ഭക്തജനങ്ങളും നമ്മുടെ വീടിനടുത്തുള്ള ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തേണ്ടതാണ്. ഇതിലൂടെയെല്ലാം നമ്മളുടെ സർവ്വ ദുഃഖങ്ങളും ദുരിതങ്ങളും അമ്മ ദേവി തീർത്തു തരുന്നതാണ്. ഇന്നേ ദിവസം അമ്മയ്ക്ക് ഗുരുതി, കടുംപായസം, മാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നത് അത്യുത്തമമാണ്. ഇതിലൂടെയെല്ലാം നമ്മളെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷവും കണ്ണേറ് പ്രാക്ക് ദോഷങ്ങൾ എല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം എല്ലാവരും ഭദ്രകാളി പ്രീതിക്ക് വേണ്ടി ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. അതുപോലെ അമ്മ ദേവിയുടെ നാമജപം കഴിയുന്നതത്രയും നടത്തേണ്ടതാണ്. ഇന്നേ ദിവസം ഭദ്രകാളി 10 ചൊല്ലുന്നത് അത്യുത്തമമാണ്. ഇതിലൂടെ സകല ശത്രുദോഷങ്ങളും ബാധാദോഷങ്ങളും നമ്മളെ വിട്ട് അകന്നു പോകുന്നതാണ്. കൂടാതെ അമ്മ ദേവി നമ്മൾക്കെല്ലാവർക്കും സർവ്വ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുന്നതാണ്.